ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മളൊരു മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റത്തെ ഒരു 10 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയറും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏത്? മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ്? ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥമാണ് മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് അല്ലേ. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. അതുപോലെ തന്നെ മലയാള ഭാഷ ആദ്യമായി അച്ചടിച്ച ശാസ്ത്ര ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ആരാണ് തയ്യാറാക്കിയത്? വാൻ റീഡ് ആണ് അല്ലേ. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷ ആദ്യമായി അച്ചടിച്ച ശാസ്ത്ര ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. നമ്മളുടെ മലയാളത്തിലെ ആദ്യത്തെ നോവലാണ് കുന്തലത. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? കുന്തലതയാണ്. ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ദുലേഖയാണ്. ലക്ഷണയുക്തമായ ആദ്യ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ദുലേഖയാണ്. ആദ്യത്തെ മലയാള നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? കുന്തലതയാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? CK ലക്ഷ്മണനാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? CK ലക്ഷ്മണനാണ്. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൻ്റെ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? PT ഉഷയാണ്. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൻ്റെ ഫൈനലിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? PT ഉഷയാണ്. അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ നീന്തലിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയാണ് സെബാസ്റ്റ്യൻ സേവ്യർ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക കേട്ടോ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? CK ലക്ഷ്മണനാണ്. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൻ്റെ ഫൈനലിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? PT ഉഷയാണ്. അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ നീന്തലിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ആരാണ്? സെബാസ്റ്റ്യൻ സേവ്യർ ആണ്. പേരുകളൊന്നും മറന്നു പോകരുത്. കേരളത്തിൽ പൂർണ്ണമായും കമ്പ്യൂട്ടർവൽകൃതമായ ആദ്യത്തെ പഞ്ചായത്ത്. കേരളത്തിൽ പൂർണ്ണമായും കമ്പ്യൂട്ടർവൽകൃതമായ ആദ്യ പഞ്ചായത്ത് ഏതാണ്? വെള്ളനാടാണ് അല്ലേ. കേരളത്തിൽ പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടർവൽകൃതമായ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? വെള്ളനാടാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ അവയവദാന ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ചെറുകുളത്തൂരാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന അല്ലെങ്കിൽ അവയവദാന ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചെറുകുളത്തൂരാണ്. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മാതൃക, സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്, മാതൃക ടൂറിസം ഗ്രാമം ഏതാണ്? കുമ്പളങ്ങിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക ടൂറിസം ഗ്രാമം ഏതാണ്? കുമ്പളങ്ങിയാണ്. ഓർത്തിരിക്കണേ. സംസ്ഥാനത്തെ ആദ്യത്തെ കമ്പ്യൂട്ടർവൽകൃത താലൂക്ക് ഓഫീസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒറ്റപ്പാലമാണ്. ഓക്കെ അല്ലേ? ചെറുകുളത്തൂർ എന്താണ്? നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ അവയവദാന ഗ്രാമമായിട്ട് പറയുന്നതാണ് ഏത്? ചെറുകുളത്തൂർ. വെള്ളനാട് നമ്മൾ പറഞ്ഞല്ലോ. കേരളത്തിൽ പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടർവൽകൃതമായ ആദ്യ പഞ്ചായത്താണ് വെള്ളനാട് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക ടൂറിസം ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? കുമ്പളങ്ങിയാണ്. ഒറ്റപ്പാലം എന്തായിരുന്നു? സംസ്ഥാനത്തെ ആദ്യത്തെ കമ്പ്യൂട്ടർവൽകൃത താലൂക്ക് ഓഫീസാണ് ഒറ്റപ്പാലം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരള ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി. കേരള ഗവർണർ പദവി വഹിച്ച ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? ഓപ്ഷൻ സി VV ഗിരിയാണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ കേരള ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? VV ഗിരിയാണ്. ഇനി നമ്മുടെ V വിശ്വനാഥൻ ആരാണ്? നമ്മുടെ കേരള ഗവർണർ ആയിട്ടുള്ള ഏക മലയാളിയാണ് ആര് എന്ന് പറയുന്നത്? V വിശ്വനാഥൻ. ഓർത്തിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരള ഗവർണർ ആയിട്ടുള്ള ഏക മലയാളി ആരാണ്? V വിശ്വനാഥനാണ്. ഏറ്റവും കൂടുതൽ കാലം ഗവർണറായ വ്യക്തിയും ആര് തന്നെയാണ്? V വിശ്വനാഥനാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കാലം ഗവർണറായ വ്യക്തിയും കേരള ഗവർണറായ ഏക മലയാളിയും ആര് തന്നെയാണ്? V വിശ്വനാഥനാണ്. ഈ സിക്കന്ദർ ഭക്ത് കണ്ടോ? അതൊരു PSC ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ ആരാണ്? സിക്കന്ദർ ഭക്താണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ ആരായിരുന്നു ചോദിച്ചാൽ അതാരാണ്? സിക്കന്ദർ ഭക്താണ്.
കേരളത്തിൽ നിന്നും ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ ആണ് ചാൾസ് ഡയസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ കേരളത്തിൽ നിന്നും ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ചാൾസ് ഡയസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി അന്ന ചാണ്ടിയാണ്. ശ്രീമതി എന്ന മാസിക ആരുടെയാണ്? അന്ന ചാണ്ടി സ്ഥാപിച്ചതാണ് അല്ലേ. കേരള നവോത്ഥാനത്തിൽ സ്ത്രീ സാന്നിധ്യം എടുത്തു പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രിലിംസ് പരീക്ഷയ്ക്ക് നമുക്ക് കേരള നവോത്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം അക്കമ്മ ചെറിയാൻ, അന്ന ചാണ്ടി, ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ അവരെയൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. കഴിഞ്ഞ ഒരു പ്രിലിംസ് എക്സാമിനൊക്കെ അക്കമ്മ ചെറിയാനൊക്കെ 2 വട്ടമൊക്കെ ചോദിച്ച് ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ നോക്കണേ. ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? അന്ന ചാണ്ടിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? ആനി മസ്ക്രീൻ ആണോ അക്കമ്മ ചെറിയാനാണോ? ആരാണ് കേരളത്തിൻ്റെ ഝാൻസി റാണി? ആനി മസ്ക്രീൻ ആണ്. കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? ആനി മസ്ക്രീൻ ആണ്. അതുപോലെ തന്നെ ലോകസഭാ മെമ്പറായ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ആനി മസ്ക്രീൻ ആണ്. കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോകസഭാ മെമ്പറായ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ആനി മസ്ക്രീൻ ആണ്. അക്കമ്മ ചെറിയാൻ്റെ നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയായിരുന്നു ദേശസേവിക സംഘം എന്ന് പറയുന്നത് കേട്ടോ. ദേശസേവിക സംഘം എന്ന് പറയുന്നത് അത് ആരുടെയാണ് ചോദിച്ചാൽ ആരുടെയാണ്? അക്കമ്മ ചെറിയാൻ്റെ ഒരു സംഘടനയാണ് കേട്ടോ. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ് ദേശസേവിക സംഘം എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തിരിക്കണേ. നമ്മുടെ ഈ അക്കമ്മ ചെറിയാന് നമ്മുടെ തിരുവിതാംകൂറിൽ നിന്ന് നിയമനിർമ്മാണ സഭയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഒന്ന് അറിഞ്ഞിരിക്കണം. എപ്പോഴാണ്? 1947 കേട്ടോ. അക്കമ്മ ചെറിയാൻ തിരുവിതാംകൂറിൽ നിന്ന് നിയമനിർമ്മാണ സഭയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഏതാണ് വർഷം? 1947. കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ്? ആര്യമ്പള്ളം. കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ്? ആര്യമ്പള്ളമാണ്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ആര്യമ്പള്ളമാണ്. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ച നവോത്ഥാന നായിക ആരാണെന്ന് ചോദിച്ചാൽ അതും ആരാണ്? ആര്യമ്പള്ളമാണ്. അപ്പോൾ ഈ 3 പോയിന്റുകളും ആര്യമ്പള്ളവുമായിട്ട് പഠിച്ചു വെച്ചിരിക്കണേ. കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയ വനിതയാണ്. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചിട്ടുള്ള നവോത്ഥാന നായികയാണ് ആര്യമ്പള്ളം എന്ന് പറയുന്നത്. ശ്രീമതി ആരുടെയാണ്? അന്ന ചാണ്ടി. അക്കമ്മ ചെറിയാൻ്റെ സംഘടന ഏതാണ്? ദേശസേവിക സംഘം. ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആകെ വന ഡിവിഷനുകൾ എത്ര? എത്രയാണ്? 36 അല്ലേ. കേരളത്തിലെ ആകെ വന ഡിവിഷനുകൾ എത്രയാണ്? 36. ആദ്യത്തെ വന ഡിവിഷൻ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വന ഡിവിഷൻ കോന്നിയാണ്. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയാണ് കേരളത്തിലെ ആദ്യത്തെ വന ഡിവിഷൻ എന്ന് പറയുന്നത് അല്ലേ. ഏറ്റവും വലിയ വന ഡിവിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? പത്തനംതിട്ട തന്നെ ജില്ലയിലെ റാന്നിയാണ്. ആദ്യത്തെ വന ഡിവിഷൻ കോന്നിയാണ്. ഏറ്റവും വലിയ വന ഡിവിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? റാന്നിയാണ്. എങ്കിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ വന ഡിവിഷൻ ചോദിച്ചാൽ അതേതാണെന്ന് പറയും? ആറളമാണെന്ന് പറയണം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന ഡിവിഷൻ ഏതാണ്? ആറളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്നാണ് കേട്ടോ. കടലുണ്ടി വള്ളിക്കുന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി റിസർവാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത് കേട്ടോ. 2007 അത് രൂപീകരിച്ച വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഫസ്റ്റ് കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കടലുണ്ടി വള്ളിക്കുന്നാണ്. സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. 2007 അതിന് രൂപീകരിച്ച വർഷം എന്ന് പറയുന്നത്. കേരള വനം വകുപ്പിൻ്റെ പ്രസിദ്ധീകരണം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ആരണ്യകം എന്നുള്ളതാണ് കേട്ടോ. ആരണ്യകം. കേരള വനം വകുപ്പിൻ്റെ പ്രസിദ്ധീകരണം ഏതാണ്? ആരണ്യകം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ 2025 പ്രിലിംസിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മരം ഏതാണ് ക്രിക്കറ്റ് ബാറ്റ്?
വില്ലോ ആണ് കേട്ടോ, വില്ലോ ആണ്. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മരം ഏതാണ്? വില്ലോ ആണ്. അതുപോലെ തന്നെ വീണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ്? പ്ലാവാണ് കേട്ടോ, പ്ലാവാണ്. വീണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരം ഏതാണ്? പ്ലാവാണ്. അതുപോലെ തന്നെ വള്ളം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ്? ആഞ്ഞിലിയാണ്, ആഞ്ഞിലി. ഇത്രയൊന്നും ഓർത്തിരിക്കണം കേട്ടോ. വള്ളം നിർമ്മാണത്തിന് ആഞ്ഞിലി. വില്ലോ എന്തിനാണ്? ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാനാണ്. വീണ നിർമ്മിക്കാൻ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? പ്ലാവ് എന്നുള്ള മരം യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മന്നത്ത് പത്മനാഭനുമായി ബന്ധമുള്ള പ്രസ്താവന ഏതാണ്? ഭാരതകേസരി എന്നറിയപ്പെടുന്നു. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ജീവശിഖ യാത്ര ആരംഭിച്ച സ്ഥലം തലശ്ശേരിയാണ്. പഞ്ചകല്യാണി നിരൂപണം രചിച്ചു. മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് ബന്ധമുള്ള പ്രസ്താവന ഏതാണ്? വേഗം കണ്ടുപിടിച്ചേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാം ശരിയാണ്. ഭാരതകേസരി എന്നറിയപ്പെടുന്നുണ്ട്. ആരാണ് ഈ ഒരു ബഹുമതി നൽകിയതെന്ന് ചോദിച്ചാൽ അതാരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ് കേട്ടോ. രാജേന്ദ്ര പ്രസാദ് ആണ് നമ്മുടെ മന്നത്ത് പത്മനാഭന് ഭാരതകേസരി എന്ന് പറഞ്ഞിട്ടുള്ള ബഹുമതി നൽകിയത്. ഇനി അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ജീവശിഖ യാത്ര, അല്ലേ? എവിടെ നിന്നാണ് ജീവശിഖ യാത്ര ആരംഭിച്ചത്? തലശ്ശേരിയിൽ നിന്നാണ്. പഞ്ചകല്യാണി നിരൂപണം രചിച്ചു. അത് ആരുടെയാണ്? മന്നത്ത് പത്മനാഭന്റെയാണ്. പഞ്ചകല്യാണി നിരൂപണം ആരുടെയാണ്? മന്നത്ത് പത്മനാഭന്റെയാണ്. മുതുകുളം പ്രസംഗവുമായിട്ട് ആര് ബന്ധപ്പെട്ടിരിക്കുന്നു? മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര് എന്താണ്? എൻ്റെ ജീവിത സ്മരണകൾ എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിത സ്മരണകൾ എന്ന് പറയുന്നത്, അല്ലേ? എന്നാണ് അദ്ദേഹം NSS ആരംഭിക്കുന്നത്? നായർ സർവീസ് സൊസൈറ്റി സംഘം എന്നാണ് സ്ഥാപിക്കുന്നത്? 1915 കേട്ടോ NSS സ്ഥാപിക്കുന്നത്. ഓർത്തിരിക്കണം, NSSന്റെ വർഷം എന്നാണ്? 1915. നമ്മുടെ ഈ NSSന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഒരു സംഘടനയുണ്ട്. അതേതാണ്? നായർ ഭൃത്യജന സംഘം എന്നുള്ളതാണ് കേട്ടോ. നായർ ഭൃത്യജന സംഘം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ NSSന്റെ മുൻഗാമിയായിട്ട് പറയപ്പെടുന്നത് കേട്ടോ. 1915 NSS എന്നുള്ള ഒരു പേര് ഇത് സ്വീകരിക്കുന്നത് കേട്ടോ. ഇനി മന്നത്ത് പത്മനാഭനുമായിട്ട് സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള സവർണ ജാഥ, അല്ലെ? സവർണ ജാഥ ഏതാണ്? വർഷം ഓർത്തിരിക്കുക. എന്നാണ്? 1924 സവർണ ജാഥ എന്നാണ്? 1924. എവിടെ മുതലാണ്? വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് എന്ത് ചെയ്തത്? സവർണ ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലേ? 1924 ഓർത്തിരിക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വിമോചന സമരത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു, അല്ലേ? ഏതാണ് വിമോചന സമരം വർഷം? വിമോചന സമരം ഏതാണ് വർഷം? 1959 ഓർത്തിരിക്കുക കേട്ടോ. 1959 എന്ത് ചെയ്യുന്നത്? വിമോചന സമരത്തിന് അദ്ദേഹം നേതൃത്വം നൽകുന്നത്, അല്ലേ? ഇനി അതേപോലെ തന്നെ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്നിട്ട് ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പേര്? ഹിന്ദു മഹാമണ്ഡലം എന്നാണ് കേട്ടോ. ഹിന്ദു മഹാമണ്ഡലം. ആരൊക്കെ ചേർന്നിട്ടാണ്? മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച ഒരു സംഘടനയാണ് എന്ത് എന്ന് പറയുന്നത്? ഹിന്ദു മഹാമണ്ഡലം എന്ന് പറയുന്നത്. മന്നം ജയന്തി എന്നാണ്? മന്നം ജയന്തി ജനുവരി 2 കേട്ടോ. ഓർമ്മ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താണ് മന്നം ജയന്തി? ജനുവരി 2 മന്നം ജയന്തി ആയിട്ട് ആചരിക്കുന്നത്, അല്ലേ? ഇനി അതുപോലെ തന്നെ നമ്മുടെ അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ ജനന സ്ഥലം എന്ന് പറയുന്നത് കോട്ടയത്തെ പെരുന്നയിലാണ് കേട്ടോ. പെരുന്നയിലാണ് മന്നത്ത് പത്മനാഭൻ ജനിക്കുന്നത്. ആ ഒരു സ്ഥലത്തിനെ വേറൊരു രീതിയിൽ പറയുന്നുണ്ട്. നായകന്മാരുടെ വത്തിക്കാൻ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പെരുന്ന കേട്ടോ. നായകന്മാരുടെ വത്തിക്കാൻ. എന്താണ്? നായകന്മാരുടെ വത്തിക്കാൻ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പെരുന്നയാണ്. പെരുന്ന. ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുമ്പോൾ എല്ലാം പഠിക്കണം കേട്ടോ. തിയോസഫിക്കൽ സൊസൈറ്റി രൂപീകരിച്ച വർഷം എന്നാണ്? തിയോസഫിക്കൽ സൊസൈറ്റി രൂപീകരിക്കുന്നത് ആരൊക്കെയാണ്? തിയോസഫിക്കൽ സൊസൈറ്റി രൂപീകരിക്കുന്നത് മാഡം ബ്ലാവിസ്കിയും, എന്തെല്ലാം പേരാണല്ലേ, മാഡം ബ്ലാവിസ്കിയും പിന്നെ ആരാണ്? കേണൽ ഓൾക്കോൾട്ടും ചേർന്നിട്ടാണ് എന്ത് രൂപീകരിക്കുന്നത്? തിയോസഫിക്കൽ സൊസൈറ്റി രൂപീകരിക്കുന്നത്. എവിടെയാണ് ആസ്ഥാനം?
അടയാറാണ്. ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയാണ്? അടയാറാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അടയാറാണ്. എന്നാൽ പറയൂ, എന്നാണ് രൂപീകരിച്ച വർഷം? 1875 കേട്ടോ. തിയോസഫിക്കൽ സൊസൈറ്റി രൂപീകരിക്കുന്നത് എന്നാണ്? 1875. സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്ത ചിക്കാഗോ സർവമത സമ്മേളനം നടന്നത് എന്നാണ്? ചിക്കാഗോ സർവമത സമ്മേളനം നടന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ആരുണ്ടായിരുന്നു? സ്വാമി വിവേകാനന്ദൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ രാജാ രവിവർമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. രാജാ രവിവർമ്മയും അദ്ദേഹത്തിൻ്റെ കൂടെ ആ ഒരു സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. ആ ഒരു ഇതിൽ ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? ചക്രവാത സദൃശനായ ഹിന്ദു എന്നാണ് അല്ലേ? എന്നറിയപ്പെടുന്നത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? നരേന്ദ്രനാഥ ദത്തയാണ് കേട്ടോ. നരേന്ദ്രനാഥ ദത്ത എന്നുള്ളതാണ് സ്വാമി വിവേകാനന്ദൻ്റെ ശരിക്കുമുള്ള അല്ലെങ്കിൽ യഥാർത്ഥ നാമം എന്ന് പറയുന്നത്. പറഞ്ഞു എന്നാണ് ചിക്കാഗോ സർവമത സമ്മേളനം നടന്നത് എന്നാണ്? 1893 കേട്ടോ. 1893 സെപ്റ്റംബർ 11 എന്ത് നടക്കുന്നത്? ചിക്കാഗോ സർവമത സമ്മേളനം നടക്കുന്നത് കേട്ടോ. സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്ത ചിക്കാഗോ സർവമത സമ്മേളനം നടക്കുന്നത് എന്നാണ്? 1893 സെപ്റ്റംബർ 11 ഓർത്തിരിക്കുക കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ കൃതികളിൽ പെടാത്തത് ഏതാണ്? വേദഭാഷ്യം, സത്യാർത്ഥ പ്രകാശ്, വേദഭാഷാ ഭൂമിക, നീൽ ദർപ്പൺ. ഏതാണ്? ഓപ്ഷൻ ഡി നീൽ ദർപ്പൺ ആണല്ലേ. ഇതാരുടെയാണ്? ദിനബന്ധു മിത്രയുടെയാണ് അല്ലേ. ദിനബന്ധു മിത്രയുടെയാണ് നീൽ ദർപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള നാടകം. അപ്പോൾ ബാക്കി 3 നോക്കിയേ. വേദഭാഷ്യം, സത്യാർത്ഥ പ്രകാശ്, വേദഭാഷാ ഭൂമിക ആരുടെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ കൃതികളാണ്. ഓർത്തിരിക്കണേ. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ്? വജ്രമാണ് അല്ലേ. ഓപ്ഷൻ എ വജ്രമാണ് പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം എന്ന് പറയുന്നത്. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ്? വജ്രമാണ്. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സ്വർണ്ണമാണ് അല്ലേ. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സ്വർണ്ണമാണ്. അതുപോലെ തന്നെ മാലിയബിലിറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ. മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി തുടങ്ങിയ സ്വഭാവങ്ങൾ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിക്കുന്ന ലോഹമാണ് എന്ത് എന്ന് പറയുന്നത്? സ്വർണം എന്ന് പറയുന്നത് കേട്ടോ. മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും എന്താണ് ഈ സവിശേഷതകൾ, ഈ സ്വഭാവങ്ങൾ കൂടുതൽ പ്രദർശിപ്പിക്കുന്ന ലോഹം ഏതാണ്? സ്വർണ്ണമാണ്. എന്താണ് മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അടിച്ച് പരത്താനുള്ള കഴിവാണ് കേട്ടോ. അടിച്ച് പരത്തി ഷീറ്റുകളാക്കാനുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഒരു സവിശേഷതയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഡക്റ്റിലിറ്റി ആണെങ്കിലോ വലിച്ച് നീട്ടാനാണ് കേട്ടോ. വലിച്ച് നീട്ടി കമ്പികളാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സവിശേഷതയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്ത് കാണിക്കുന്നുണ്ട്? സ്വർണം കാണിക്കുന്നുണ്ട്, ഈ രണ്ട് സ്വഭാവവും. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാണ്? ക്രോമിയമാണ് അല്ലേ. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാണ്? ക്രോമിയമാണ്. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാണ്? ക്രോമിയമാണ്. അതുപോലെ തന്നെ ടൈറ്റാനിയം. എന്തിനാണ് ടൈറ്റാനിയം യൂസ് ചെയ്യുന്നത്? വിമാന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. വിമാന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ടൈറ്റാനിയമാണ്. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ക്രോമിയമാണ്. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ്? വജ്രമാണ്. ലോഹങ്ങളുടെ രാജാവ്, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി ഒക്കെ കൂടുതൽ പ്രദർശിപ്പിക്കുന്നത് ഏത് ലോഹമാണ്? സ്വർണ്ണമാണ്. ഓക്കെ അല്ലേ? ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ചോദിക്കുന്നതാണ് മൂലകങ്ങളും അതിൻ്റെ പ്രതീകങ്ങളും ചോദിച്ചിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട്. അതിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ് W എന്ന് പറഞ്ഞിട്ടുള്ള പ്രതീകം. ഏതിൻ്റെയാണ്? ടങ്സ്റ്റണിൻ്റെയാണ്. ടങ്സ്റ്റൺ പത്തിരിക്കുക. W ഏതാണ്? വൂൾഫ്രം. ഏതാണ്? ടങ്സ്റ്റൺ. W വൂൾഫ്രം ഏതാണ്? ടങ്സ്റ്റൺ ആണ്. പഠിച്ചിട്ട് പോവുക. W ടങ്സ്റ്റൺ ആണ്. W ടങ്സ്റ്റൺ ആണ്. അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ ആണെങ്കിലോ AU ആണ് കേട്ടോ. ഏതാണ്? ഓറം. സ്വർണം AU ആണ്. എന്താണ് അതിൻ്റെ പേര്? ഓറം. സയൻറ്റിഫിക് നെയിമാണ് ഓറം എന്ന് പറയുന്നത് അല്ലേ. സ്വർണം എന്താണ് അതിൻ്റെ പ്രതീകം? AU എന്നുള്ളത് എന്തുകൊണ്ടാണ്? ഓറം. ഇനി അതുപോലെ തന്നെയാണ് സോഡിയത്തിൻ്റെ പ്രതീകം ഏതാണ്? Na ആണ് അല്ലേ. Na എന്താണത്? നാട്രിയം ആണ്. നാട്രിയം.
സോഡിയം ഏതാണ്? Na ആണ് പ്രതീകം, നാട്രിയമാണ്. പഠിക്കണേ. അതുപോലെ തന്നെയാണ് ലെഡ്, നമ്മളെ കുഴപ്പിക്കുന്നതാണ്. ലെഡ് ഏതാണ്? Pb എന്നാണ് പ്രതീകം. Pb എന്താണ്? ലെഡാണ്. ഈ Pb കൊണ്ട് പറയുന്നത് പ്ലംബം എന്നാണ് കേട്ടോ. പ്ലംബം. Pb എന്താണ്? ലെഡാണ്. Pb ലെഡാണ്. അതുപോലെ തന്നെ മെർക്കുറി എങ്ങനെയാണ് പറയുന്നത്? Hg ആണ് എന്താണ് പ്രതീകം എന്ന് പറയുന്നത്. എന്താണ്? ഹൈഡ്രാർജീറമാണ് കേട്ടോ. അവിടെ എഴുതാൻ ഇല്ല, ഹൈഡ്രാർജീറമാണ്. Hg എന്താണ്? മെർക്കുറിയാണ്. Hgന് പ്രതീകം എന്താണ്? മെർക്കുറിയുടെ പ്രതീകം എന്താണ്? Hg ആണ്. ലെഡിൻ്റെ പ്രതീകം എന്താണ്? Pb ആണ്. അതുപോലെ തന്നെ ടങ്സ്റ്റൺ നമ്മൾ പറഞ്ഞു എന്താണ്? W ആണ്. ടങ്സ്റ്റണിൻ്റെ ഏതാണ്? W ആണ്. സ്വർണ്ണമാണെങ്കിലോ Au ആണ്. സോഡിയം ആണെങ്കിലോ Na ആണ്. നാട്രിയം അല്ലേ. ലെഡ്, Pb, പ്ലംബം. ഇതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ലെഡും ടങ്സ്റ്റണും ആണ് ഞാൻ കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ഗ്ലാസ് ആണ്. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗ്ലാസ് ആണ്. ഇവിടെ ഈ ഈഥെയിൽ മെർക്യാപ്റ്റർ കണ്ടോ? എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ? ഈഥെയിൽ മെർക്യാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. എന്താണത്? LPGയിലെ വാതക ചോർച്ച അറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു രാസപദാർത്ഥമാണ് എന്ത് എന്ന് പറയുന്നത്? ഈഥെയിൽ മെർക്യാപ്റ്റർ എന്ന് പറയുന്നത്. എന്താണ്? LPGയിലെ വാതക ചോർച്ച അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് ഈഥെയിൽ മെർക്യാപ്റ്റർ എന്ന് പറയുന്നത്. നൈട്രസ് ഓക്സൈഡ് എന്താണ്? ചിരിപ്പിക്കുന്ന വാതകമാണ് എന്ത് എന്ന് പറയുന്നത്? നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? പ്ലാറ്റിനമാണ്. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്ലാറ്റിനമാണ്. വെളുത്ത സ്വർണം പ്ലാറ്റിനമാണ്. LPGയിലെ വാതക ചോർച്ച അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഈഥെയിൽ മെർക്യാപ്റ്റർ ആണ്. 500, 1000 എന്നീ നോട്ടുകളുടെ നിരോധാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. ഇപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് എടുത്തത്. 500, 1000 എന്നീ നോട്ടുകളുടെ നിരോധാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് എന്നാണ്? ഓപ്ഷൻ ബി ആണ്. 2016 നവംബർ 8-നാണ് 500, 1000 എന്നീ നോട്ടുകളുടെ നിരോധനം പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നത്? പ്രഖ്യാപിക്കുന്നത് കേട്ടോ. 2016 നവംബർ 8-നാണ്. ഇന്ത്യയിൽ 3 തവണയാണ് നോട്ട് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഒന്ന് 1946-ലാണ്, പിന്നീട് 1978-ലും, പിന്നീട് എന്ത് ചെയ്തു? 2016-ലും. 3 തവണയാണ് നോട്ട് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 1946, 1978, 2016. ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, നമ്മുടെ ഇന്ത്യൻ രൂപയുടെ ഒരു ചിഹ്നമുണ്ടല്ലോ, ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെയുള്ളൊരു ചിഹ്നം. ആ ചിഹ്നം ഔദ്യോഗികമായിട്ട് സ്വീകരിച്ചത് എന്നാണ്? ആ വർഷം ഓർത്തിരിക്കണേ. 2010 ജൂലൈ 15-നാണ്. 2010 ജൂലൈ 15-നാണ് ഇന്ത്യൻ രൂപ ചിഹ്നം, ഈ ഒരു ചിഹ്നം എന്ത് ചെയ്യുന്നത്? ഔദ്യോഗികമായിട്ട് സ്വീകരിക്കുന്നത്. അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ D. ഉദയകുമാറാണ്. അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ് കേട്ടോ. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള D. ഉദയകുമാറാണ് രൂപയുടെ ഈ ചിഹ്നം എന്ത് ചെയ്തത്? ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് ഔദ്യോഗികമായിട്ട് സ്വീകരിച്ചതെന്നാണ്? 2010 ജൂലൈ 15-ലാണ്. ഇതോർത്തിരിക്കണേ. 2016 നവംബർ 8-നാണ് എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ 2016-ലെ നോട്ട് നിരോധനം, അതായത് 500, 1000 എന്നീ നോട്ടുകളുടെ നിരോധനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഏതാണ്? ഓപ്ഷൻ ബി ക്വിറ്റ് ഇന്ത്യ സമരം അല്ലേ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. എങ്ങനെയാണ് ഈ ക്വിറ്റ് ഇന്ത്യ സമരം ഉടലെടുത്തത്? എങ്ങനെയാണ്? നമ്മുടെ ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്നാണ് കേട്ടോ. ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ചൊരു സമരമാണ് എന്ന് പറയുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. നമ്മുടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയിട്ടുള്ള അവസാന ബഹുജന സമരമാണ് എന്ന് പറയുന്നത്? ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓർത്തിരിക്കണേ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ അവസാന ബഹുജന പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ക്വിറ്റ് ഇന്ത്യ ആണ്. ഓർത്തിരിക്കണേ. ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരാണ്?
അത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് എന്ന് പറയുന്നത് അല്ലേ. ഈ ക്വിറ്റ് ഇന്ത്യ എന്ന വേർഡ് ആരാണ് കൊണ്ടുവന്നത്? യൂസഫ് മെഹ്റലിയാണ് കേട്ടോ. യൂസഫ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. യൂസഫ് മെഹ്റലിയാണ് ഈ ഒരു ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് കേട്ടോ. ആരാണ് ക്വിറ്റ് ഇന്ത്യ സമരനായകൻ? സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ആരാണ്? ജയപ്രകാശ് നാരായണനാണ് അല്ലേ. ജയപ്രകാശ് നാരായണനാണ് ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്ന് പറയുന്നത്. എങ്കിൽ നായിക ആരാണ്? അരുണ ആസിഫ് അലിയാണ്. അരുണ ആസിഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് പറയുന്നത്. നായകൻ ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. ഇതിനുശേഷം ഗാന്ധിജിയെയും കസ്തൂർബ ഗാന്ധിയെയും യർവാദ ജയിലിലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അടച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. യർവാദ ജയിലിലായിരുന്നു അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടിട്ട് പാർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ട് കസ്തൂർബ ഗാന്ധി അന്തരിക്കുകയുണ്ടായി. അപ്പോൾ അത് ചോദിക്കാറുണ്ട്. കസ്തൂർബ ഗാന്ധി അന്തരിച്ച വർഷം എന്നാണ്? 1944 ഫെബ്രുവരി 22 ഓർത്തിരിക്കുക കേട്ടോ. 1944 ഫെബ്രുവരി 22 കസ്തൂർബ ഗാന്ധി അന്തരിക്കുന്നത്. എന്നാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത്? എന്നാണ്? ഓഗസ്റ്റ് 9 ഓർത്തിരിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ക്വിറ്റ് ഇന്ത്യയുമായിട്ട് ഒന്ന് ഓർത്തിരിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും സിന്ധു നദിയുടെ പോഷക നദി അല്ലാത്തത് ഏതാണ്? ഏതാണ് സിന്ധു നദിയുടെ പോഷക നദി അല്ലാത്തത്? ഓപ്ഷൻ ഡി യമുനയാണ് അല്ലേ. യമുന എന്തിൻ്റെയാണ് പോഷക നദിയാണ്? ഗംഗയുടെ പോഷക നദിയാണ് യമുന എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെടുന്ന നദിയാണ് ഏത് എന്ന് പറയുന്നത്? യമുന എന്ന് അറിയപ്പെട്ട യമുന എന്ന നദിയിലെ. ഗംഗയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഗംഗയുടെ പോഷക നദികൾ കോസി, പിന്നെ ഏതാണ്? സോണ്, ഗോമതി, പിന്നെ ഏതാണ്? മഹാനന്ദ, ഒന്നുകൂടെ ഉണ്ട് ഗാഗ്ര. ഇതൊക്കെയാണ് കേട്ടോ സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. കോസി, സോണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. കോസി, സോണ്, ഗോമതി സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. മഹാനന്ദ, ഗാഗ്ര ഇതൊക്കെ എന്തിൻ്റെയാണ്? ഗംഗാ നദിയുടെ പോഷക നദികളാണ് അല്ലേ. ഇങ്ങോട്ട് വരൂ. നമ്മുടെ സത്ലജ് അറിയാം സിന്ധുവിൻ്റെ പോഷക നദിയാണെന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ സിന്ധുവിൻ്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ഏത് എന്ന് പറയുന്നത്? സത്ലജ് എന്ന് പറയുന്നത്. സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സത്ലജ് ആണ്. ഏറ്റവും വലിയ പോഷക നദി, സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ചിനാബാണ്. സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിനാബാണ്. നീളം കൂടിയത് ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്ലജ് ആണ്. ഈ ബഗ്ലിഹാർ ഡാം അതുപോലെ തന്നെ കിരു ജലവൈദ്യുത പദ്ധതിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചിനാബിലാണ് കേട്ടോ. ചിനാബിലാണ് ബഗ്ലിഹാർ ഡാം അതുപോലെ തന്നെ കിരു ജലവൈദ്യുത പദ്ധതി ഇതൊക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നു? ചിനാബിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ് എന്ന് പറയുന്നത്. ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? ലാഹോറിൻ്റെ നദി രവിയാണ്. ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? രവിയാണ്. നമ്മുടെ രവി നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ പ്രധാന പട്ടണം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ലാഹോറാണ്. ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്നു. രവി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ പ്രധാന പട്ടണം ഏതാണ്? ലാഹോറാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? 1-ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 51-56 ആയിരുന്നു. 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സുസ്ഥിര വികസനം എന്നുള്ളതായിരുന്നു. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9-ാം പഞ്ചവത്സര പദ്ധതിയാണ്. കുടുംബശ്രീ ആരംഭിക്കുന്നത് 4-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കണ്ടുപിടിക്കൂ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 3 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. കുടുംബശ്രീ ആരംഭിക്കുന്നത് എന്നാണ്? കുടുംബശ്രീ ആരംഭിക്കുന്നത് 9-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1-ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് ഏതാണ്? 51 മുതൽ 56 വരെയാണ്. 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? സുസ്ഥിര വികസനമാണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതാണ്? 9-ാം പഞ്ചവത്സര പദ്ധതിയാണ്. കുടുംബശ്രീ ആരംഭിക്കുന്നത് എന്നാണ്? 9-ാം പഞ്ചവത്സര പദ്ധതി ആണ് അല്ലേ. ഈ 4-ാം പഞ്ചവത്സര പദ്ധതി ഒരു പേരിൽ അറിയപ്പെടുമല്ലോ, അതേതാണ്?
ഗാഡ്ഗിൽ മോഡൽ അല്ലേ, ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഗാഡ്ഗിൽ മോഡൽ ഏതാണ്? 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് എന്ന് തന്നെയാണ് 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓർത്തിരിക്കുക കേട്ടോ. നമ്മൾ പഞ്ചവത്സര പദ്ധതി ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കയറിയിട്ട് കണ്ടോ, യൂസ്ഫുൾ ആവുക. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച INC സമ്മേളനം ഏതാണ്? കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച INC സമ്മേളനം. ഓപ്ഷൻ ബി ലാഹോർ ആണ് കേട്ടോ. 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പൂർണ്ണ സ്വരാജ് ആണ് കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭാഷാടിസ്ഥാനത്തിനുള്ള സംസ്ഥാനം രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ഡൽഹി. 1986 നവംബർ 1-ാം തീയതി ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ സംഘടിപ്പിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. കണ്ടുപിടിക്കൂ. ഓപ്ഷൻ എ ആണ് ആൻസർ. 2ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് അല്ലേ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ് അല്ലേ, ആന്ധ്രാപ്രദേശ് ആണ്. ബാക്കി നോക്കൂ, ശരിയായത് 1956 നവംബർ 1-ാം തീയതി ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ എന്ത് ചെയ്തു? സംസ്ഥാനങ്ങളെ സംഘടിപ്പിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലിയാണ്. ഓർത്തിരിക്കുക. ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഓപ്ഷൻ സി ശുക്രനാണ്. ലൂസിഫർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ശുക്രനാണ്. നമ്മുടെ പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഇത് തന്നെയാണ്, ശുക്രനാണ്. പ്രഭാതം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? ശുക്രനാണ്. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ്, ഏറ്റവും തിളക്കമുള്ള ഗ്രഹവുമാണ്. തിളക്കം കൂടുതലാണ്, തീളക്കനായി അല്ലേ. തിളക്കം കൂടുതലാണ്, ചൂട് കൂടുതലാണ്. പിന്നെന്താണ്? ശുക്രൻ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പ്രഭാത നക്ഷത്രം അല്ലെങ്കിൽ പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. പിന്നെന്താണ്? തിളക്കം ഏറ്റവും കൂടുതലുള്ള ഗ്രഹമാണ്, ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശുക്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ പേടകം ഏതാണ്? വിനേറ 7 ആണ് കേട്ടോ. വിനേറ 7 ആണ് ശുക്രനിൽ ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ ബഹിരാകാശ പേടകം എന്ന് പറയുന്നത്. ഓർത്തിരിക്കണേ. വിനേറ 7 ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ശുക്രനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ശുക്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ പേടകമാണ് വിനേറ 7 എന്ന് പറയുന്നത്. ഓസോണിൻ്റെ നിറം ഏതാണ്? ഇളം നീലയാണ് അല്ലേ. ഓപ്ഷൻ സി ഇളം നീലയാണ് ഓസോണിൻ്റെ നിറമെന്ന് പറയുന്നത് അല്ലേ. ആരാണ് ഓസോൺ കണ്ടെത്തിയത്? ഓസോൺ കണ്ടെത്തിയത് ആരാണ്? ഷോൺ ബീൻ ആണ് കേട്ടോ. ചോദിച്ചിട്ടുണ്ട്. ഷോൺ ബീൻ ആണ് ഓസോൺ കണ്ടെത്തിയിരിക്കുന്നത് അല്ലേ. എന്നാണ് ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്? സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 16. നമ്മുടെ ഈ ഓസോണിൻ്റെ വ്യാപ്തി കണ്ടെത്തുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡോബ്സൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓസോണിൻ്റെ വ്യാപ്തി അളക്കുന്ന യൂണിറ്റ് പറയുന്ന പേരെന്താണ്? ഡോബ്സൺ ആണ്. ഈ ഓസോൺ കാണപ്പെടുന്ന പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ ഓസോണ് കാണപ്പെടുന്നത്. 14ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേര്. 14ാം ഗ്രൂപ്പാണ്. 14ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേര് ഏതാണ്? ഓപ്ഷൻ സി കാർബൺ കുടുംബമാണ്. 14ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കാർബൺ കുടുംബം എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കിത് SCERTയിൽ കൊടുത്തിട്ടുണ്ട്, നമുക്കത് പഠിച്ചാൽ മതിയേ. നോക്കൂ, ഗ്രൂപ്പ് നമ്പർ 1 ഏതാണ്? ആൽക്കലി ലോഹങ്ങളാണ്. ഗ്രൂപ്പ് നമ്പർ 1 എന്താണ്? ആൽക്കലി ലോഹങ്ങളാണ്. 2 ആണെങ്കിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. 3 മുതൽ 12 വരെ എന്താണ്? സംക്രമണ മൂലകങ്ങളാണ്. നമ്മളതിൻ്റെ സവിശേഷതയൊക്കെ നമ്മൾ PYQ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 മുതൽ 12 വരെ എന്താണ്? സംക്രമണ മൂലകങ്ങളാണ്. 13 ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം, 17 ഹാലജനുകൾ, 18 ഉത്കൃഷ്ടവാതകങ്ങൾ. 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങളാണ്. 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്?
ഉത്കൃഷ്ടവാതകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ മുതൽ കേട്ടോ BCNOH, അതൊരു കോഡ് പോലെ നോക്കിയേ. BCNOH ഒരു കോഡ് പോലെ പഠിച്ചു നോക്കിയേ. BCNOH സുഖമല്ലേ? BCNOH. ബാക്കി അത്രയും നമ്മൾ ബൈഹാർട്ട് ചെയ്താൽ മതി. 1 ആൽക്കലിയാണ്, 2 ആൽക്കലൈനാണ്. അപ്പോൾ അറിയാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. 3 മുതൽ 12 വരെ സംക്രമണം മൂലകങ്ങളാണ്. എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് അല്ലേ. 3 മുതൽ 12 വരെ സംക്രമണം. പിന്നെ അടുത്തത് എന്ത് വരുന്നു? 13 മുതൽ BCNOH. H വരെ ഏതാണ്? 17 വരെ H ആണ്. 18 എന്താണ്? ഉത്കൃഷ്ട വാതകങ്ങളാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും അധികം കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഏറ്റവും അധികം കലോറിക മൂല്യമുള്ള ഇന്ധനം ഹൈഡ്രജൻ ആണ് അല്ലേ. ഏറ്റവും അധികം കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ ആണ്. നമ്മുടെ സിലബസിൽ ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നന്നായിട്ട് പഠിക്കണം ഹൈഡ്രജനും ഓക്സിജനുമേ. 1766 ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹൈഡ്രജൻ കണ്ടുപിടിക്കുന്നത്. ഹൈഡ്രജൻ ആരാണ് കണ്ടുപിടിക്കുന്നത്? ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിക്കുന്നത്. കത്തുന്ന വായു എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയാണ് കത്തുന്ന വായു. ജലമുണ്ടാകുന്നത് എന്നർത്ഥം വരുന്ന ഹൈഡ്രോജീൻസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പേര് ലഭിച്ചത്. അപ്പോൾ ഹൈഡ്രജൻ എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? ജലം ഉണ്ടാക്കുന്നത്, ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്നത് ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്കെ അല്ലേ? ജലം ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കേട്ടോ. അതൊക്കെ ചിലപ്പോൾ ഓർത്ത് വെച്ചോ. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ലാറ്റിന്, അറബി എന്നൊക്കെ തരും. അപ്പോൾ ഗ്രീക്ക് നമ്മൾ മറന്നു പോകും. അപ്പോൾ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹൈഡ്രജന് ആ പേര് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗം നോക്കിയല്ലോ അല്ലേ. ഇനി ഹൈഡ്രജൻ്റെ ഗുണങ്ങളും ഉപയോഗങ്ങളും നമുക്കൊന്ന് നോക്കാം. എന്താണ് ഹൈഡ്രജൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്? ഹൈഡ്രജൻ എന്തില്ല? നിറവുമില്ല, മണവുമില്ല. ജലത്തിലെ ഹൈഡ്രജൻ ലയിക്കുന്നില്ല. വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. ഹൈഡ്രജൻ ഡയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഹൈഡ്രജൻ എങ്ങനെയാണ്? H2. അപ്പോൾ ഹൈഡ്രജൻ ഡയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഹൈഡ്രജൻ പോപ്പ് ശബ്ദത്തോടെ കത്തുന്ന ഒരു വാതകമാണ്. ഹൈഡ്രജൻ പോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ശബ്ദത്തോടെ കത്തുന്ന ഒരു വാതകമാണ്. ഓക്കെ അല്ലേ? ഹൈഡ്രജൻ്റെ ഗുണങ്ങൾ ഓക്കെ അല്ലേ? ഹൈഡ്രജന് നിറവുമില്ല, മണവുമില്ല, ജലത്തിൽ ലയിക്കുന്നുമില്ല. പിന്നെന്താണ്? വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. ഹൈഡ്രജൻ ഏത് തന്മാത്രയായിട്ടാണ്? ഡയാറ്റോമിക തന്മാത്രയായിട്ടാണ് കാണപ്പെടുന്നത്. ഹൈഡ്രജൻ പോപ്പ് എന്താണ്? ശബ്ദത്തോടെ കത്തുന്നൊരു വാതകമാണ്. ഇനി എന്തൊക്കെയാണ് ഹൈഡ്രജൻ്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്? ഇത് കാണാണ്ട് പഠിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഇത് ഒരുപാട് വട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. ഹൈഡ്രജൻ്റെ ഉപയോഗങ്ങൾ നോക്കിയിട്ടുണ്ട്. ഓക്സിജൻ്റെ ഉപയോഗങ്ങളൊക്കെ നമ്മൾ തീർത്തിട്ടുള്ളതാണ്. അമോണിയ, മെത്തനോൾ എന്നിവയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിനായിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. മെത്തനോളിൻ്റെ രാസനാമം നോക്കിയേ. CH3OH. CH3OH എന്താണ്? മെത്തനോളാണ്. മെത്തനോൾ. അപ്പോൾ അമോണിയയുടെയും മെത്തനോളിൻ്റെയും വ്യാവസായിക ഉൽപ്പാദനത്തിനായിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വനസ്പതി പോലുള്ള പൂരിത എണ്ണകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്തുണ്ട്? ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. വനസ്പതി പോലുള്ള പൂരിത എണ്ണകൾ നിർമ്മിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ലോഹ ഓക്സൈഡിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ ഹൈഡ്രജൻ നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പഠിക്കണേ. ലോഹ ഓക്സൈഡിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് എന്താണ്? വൈദ്യുതി, ഹൈഡ്രജൻ, ഓക്സിജൻ, പിന്നെന്താണ്? അങ്ങനെയൊക്കെ തരും. അപ്പോൾ അതിലേതാണ് ആൻസർ? ഹൈഡ്രജൻ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ്റെ ഉപയോഗങ്ങളും ഗുണങ്ങളും നിർബന്ധമായിട്ടും പഠിക്കണേ. ബക്കീബോൾസ്, ബാക്കിയല്ല കേട്ടോ. ബക്കീബോൾസ് എന്ന് വിളിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം ഏതാണ്? ഓപ്ഷൻ സി ഫുള്ളറീൻ ആണ് കേട്ടോ. ബക്കീബോൾസ് എന്ന് വിളിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം എന്താണ്? ഫുള്ളറീൻ ആണ്. കരി, കൽക്കരി, വജ്രം എന്നിവ നിങ്ങൾക്ക് പരിചിതമായ വസ്തുക്കളാണല്ലോ. ഇവയെല്ലാം ഗുണങ്ങളിൽ വ്യത്യസ്തവുമാണ്. എന്നാൽ കാർബൺ എന്ന മൂലകത്തിൻ്റെ വിവിധ രൂപങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പോട്ടെ. വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോട് കൂടിയ ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങളെ രൂപാന്തരങ്ങൾ എന്നും ഈ പ്രതിഭാസത്തെ രൂപാന്തരത്വം എന്നുമാണ് പറയുന്നത്. വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോട് കൂടിയ ഒരു മൂലകത്തിൻ്റെ തന്നെ പല രൂപങ്ങളെ എന്ത് പറയുന്നു?
രൂപാന്തരങ്ങൾ എന്നാണ് പറയുന്നത്. ആ ഒരു പ്രതിഭാസത്തിന് എന്ത് പറയുന്നു? രൂപാന്തരത്വം എന്നും പറയുന്നു. അങ്ങനെ നമുക്ക് നോക്കാം, നമ്മുടെ കാർബണിൻ്റെ രൂപാന്തരങ്ങൾ എങ്ങനെയാണ് വേർതിരിച്ചിരിക്കുന്നത്? ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളെന്നും അമോർഫസ് രൂപാന്തരങ്ങളെന്നുമാണ് വേർതിരിച്ചിരിക്കുന്നത്. അതിൽ ക്രിസ്റ്റലീയ രൂപങ്ങൾ ഏതൊക്കെയാണ്? വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറീന്, ഗ്രഫീന് മുതലായവയാണ് കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ എന്ന് പറയുന്നത്. അമോർഫസ് ആണെങ്കിലോ ചാർക്കോള്, കോക്ക്, വിളക്ക് കരി, കൽക്കരി, ഇതെല്ലാം എന്താണ്? ഖരപദാർത്ഥങ്ങളാണ്. അമോർഫസ് രൂപാന്തരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? കാർബണിൻ്റെ ഖരപദാർത്ഥങ്ങളാണ് അമോർഫസ് രൂപാന്തരങ്ങൾ എന്ന് പറയുന്നത്. ബാക്കി എന്താണ്? ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ്. ഇതിൽ ഗ്രാഫൈറ്റ് കണ്ടോ? ഗ്രാഫൈറ്റ് ഒന്നിൽ പഠിച്ചിട്ടുണ്ടല്ലേ? എന്താണ്? സ്നേഹകമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത് എന്ന് പറയുന്നത്? പദാർത്ഥമാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് അല്ലേ? സ്നേഹകമായിട്ട് യൂസ് ചെയ്യുന്ന പദാർത്ഥം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പാളികൾ എങ്ങനെയാണ്? ഒന്നിന് മീതെ ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ഘടന എന്ന് പറയുന്നത് കേട്ടോ. പാളികൾ ഇങ്ങനെ ഓരോന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ച രീതിയിലാണ് ഗ്രാഫൈറ്റിൻ്റെ ഘടന എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇത് സ്നേഹകമായിട്ട് യൂസ് ചെയ്യുന്നു എന്ന് പറയാൻ കാരണം അതിൻ്റെ ഇടയിലൊരു സഹസംയോജക ബന്ധനം ഇല്ല എന്നുള്ളതാണ് കേട്ടോ. അവർ തമ്മിൽ എന്താണ്? വളരെ ദുർബലമായിട്ടുള്ള ആകർഷണ ബലമാണ് ഉള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യും? അതിങ്ങനെ പാളികൾ ഇങ്ങനെ തെന്നിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? സ്നേഹകമായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയേ. ഫുള്ളറീൻ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ബക്കി ബോൾസ് എന്ന് വിളിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരമാണ് ഫുള്ളറീൻ എന്ന് പറയുന്നത് അല്ലേ? അതന്നെ എന്താണ്? ഗോളീയ രൂപമാണ്. ഗോളീയ രൂപമായിട്ടുള്ള എന്താണ് ഒരു കാർബണിൻ്റെ രൂപാന്തരം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഫുള്ളറീനാണ്. അതുകൊണ്ടാണ് അതിനെ ബക്കി ബോൾസ് എന്ന് വിളിക്കുന്നത്. ബക്കി ബോൾസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീൻ ഉണ്ട്. അതിനേതാണ്? നാനോ ട്യൂബ്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. സിലിണ്ടർ ആകൃതിയിലുള്ളത് ഏതാണ്? നാനോ ട്യൂബായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനെ എന്ത് പറയുന്നുണ്ട്? ബക്കി ട്യൂബ് എന്ന് പറയുന്നുണ്ട്. ബക്കി ട്യൂബ്സ് എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയേ. ഉയർന്ന വൈദ്യുത ചാലകതയും ഉയർന്ന താപചാലകതയുമുള്ള നമ്മുടെ കാർബണിൻ്റെ രൂപാന്തരമാണ് ഗ്രഫീൻ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? ഉയർന്ന വൈദ്യുത ചാലകതയുണ്ട്, അതുപോലെ തന്നെ ഉയർന്ന താപചാലകതയും ഉണ്ട്. അങ്ങനെയുള്ളൊരു കാർബണിൻ്റെ രൂപാന്തരമാണ് എന്ത് എന്ന് പറയുന്നത്? ഗ്രഫീൻ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ഫുള്ളറീൻ ആണ് കേട്ടോ. ഇത് നമ്മുടെ SCERT കിടക്കുന്ന ഒരു അതേ ചാപ്റ്ററിൽ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നോക്കൂ, A കോളത്തിൽ കൊടുത്തിരിക്കുന്നവയിൽ യോജിച്ചവ B കോളത്തിൽ നിന്നും കണ്ടെത്തി എഴുതുക. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്തേ. അപ്പക്കാരം, അലക്കുകാരം, കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ, അപ്പക്കാരം. ഇവിടെ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് യോജിപ്പിക്കും വേണം കേട്ടോ. ഇത് കറക്റ്റ് ഓർഡറിലല്ല കിടക്കുന്നത്. നോക്കിയാലോ, അലക്കുകാരമാണ് നമ്മുടെ Na2CO3 10H2O എന്ന് പറയുന്നത് എന്താണ്? അലക്കുകാരത്തിൻ്റെ രാസനാമമാണ്. പഠിച്ചിരിക്കണേ. അലക്കുകാരത്തിൻ്റെ രാസനാമം എന്താണ്? Na2CO3 അതുപോലെ തന്നെ 10H2O എന്നുള്ളതാണ് അതിൻ്റെ രാസസൂത്രം എന്ന് പറയുന്നത് അലക്കുകാരത്തിൻ്റെ കേട്ടോ. ഇനി അതുപോലെ കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ചേർന്ന് കഴിഞ്ഞാൽ എന്ത് ലഭിക്കുന്നു? വാട്ടർ ഗ്യാസ് ആണ് കേട്ടോ ലഭിക്കുക. വാട്ടർ ഗ്യാസ് ആണ്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ ചേർന്ന് കഴിഞ്ഞാൽ എന്താണ് ലഭിക്കുന്നത്? വാട്ടർ ഗ്യാസ് ആണ് ലഭിക്കുക. അപ്പോൾ അപ്പക്കാരം ഏതായിരിക്കും? NaHCO3. അപ്പക്കാരത്തിൻ്റെ രാസനാമം എന്താണ്? NaHCO3. അതുപോലെ തന്നെ ഇവിടെ എന്ത് വരും? കാർബൺ മോണോക്സൈഡും പ്ലസ് എന്ത് വരും? നൈട്രജൻ ചേർന്നാലാണ് എന്ത് കിട്ടുക? പ്രൊഡ്യൂസർ ഗ്യാസ് കിട്ടുക. കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്ന് കഴിഞ്ഞാലാണ് പ്രൊഡ്യൂസർ ലഭിക്കുക. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർന്ന് കഴിഞ്ഞാൽ വാട്ടർ ഗ്യാസ് ആണ് ലഭിക്കുക. ഓക്കെ അല്ലേ? ഇതിൻ്റെ രാസനാമങ്ങളൊന്ന് പഠിച്ചിരിക്കണേ. അലക്കുകാരം, അപ്പക്കാരം ഒക്കെ ചോദിക്കാറുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്ന സൂചനയിൽ നിന്നും രക്തക്കുഴൽ തിരിച്ചറിയുക. കനം കുറഞ്ഞ ഭിത്തി, ഉള്ളിൽ വാൾവുകൾ കാണപ്പെടുന്നു, കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്, രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നു. ഏതാണ് രക്തക്കുഴല്? സിരയാണ് കേട്ടോ. സിരയാണ്. കനം കുറഞ്ഞ ഭിത്തിയാണ്, ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? വാൽവുകൾ കാണപ്പെടുന്നുണ്ട്, കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്, രക്തത്തെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് ഏതാണ്? സിരയാണ്. ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? സിരയാണ്. നമുക്ക് എന്നാലും നോക്കാം. നമ്മുടെ SCERT
റെഫർ ചെയ്യുക കേട്ടോ. SCERT ആണ് എപ്പോഴും നല്ലത്. ശരി, ഇപ്പം നമ്മൾ പറഞ്ഞത് തന്നെ. അടുത്ത് നോക്കൂ, ധമനി. ഹൃദയത്തിൽ നിന്ന് രക്തത്തെ കൊണ്ടുപോകുന്നത് ആരാണ്? ധമനിയാണ്. ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്നു. കട്ടി കൂടിയ ഭിത്തിയാണ്. ധമനിക്ക് എന്താണ്? കട്ടി കൂടിയ ഭിത്തിയാണ്. വാൽവുകൾ കാണപ്പെടുന്നില്ല. ധമനിയിൽ എന്താണ്? വാൽവുകൾ കാണപ്പെടുന്നില്ല. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തസംവഹനം നടക്കുന്നത്. ഏതില്? ധമനിയില്. ഇനി ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളെ എന്ത് പറയുന്നു? ലോമികകൾ എന്നാണ് പറയുന്നത്. ചോദിച്ചിട്ടുണ്ടേ. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകൾക്ക് എന്ത് പറയുന്നു? ലോമികകൾ എന്നാണ് പറയുന്നത്. ഒറ്റനിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തിയാണ്. ഏതിന്? ലോമികകൾക്ക്. ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട്. വാൽവുകൾ കാണപ്പെടുന്നില്ല. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമുള്ള രക്തസംവഹനമാണ് ലോമികകളിൽ നടക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും പഠിച്ചിരിക്കണേ. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൃക്കരോഗങ്ങൾ അല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൃക്കരോഗങ്ങൾ അല്ലാത്തത് ഏതാണ്? നമുക്കറിയാലോ, ഓപ്ഷൻ ഡി ബ്രോങ്കൈറ്റിസ് ആണ് അല്ലേ. എന്താണ് വൃക്കരോഗം അല്ലാത്തത്? ബാക്കി ഏതൊക്കെയാണ്? നെഫ്രൈറ്റിസ്, യുറീമിയ, മൂത്രത്തിൽ കല്ല് എന്നിവ എന്താണ്? വൃക്കരോഗങ്ങളിൽ പെടുന്നവയാണ്. തെറ്റായ ആരോഗ്യശീലങ്ങളും ജീവിതശൈലികളും രോഗാണുബാധയും പലപ്പോഴും വൃക്കകളുടെ അനാരോഗ്യത്തിന് ഇടയാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴെ ഇവിടെ വൃക്കരോഗങ്ങളെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. വൃക്കയിലെ കല്ല്. വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായിട്ടാണ് വൃക്കയിൽ കല്ലുണ്ടാവുന്നത്. അടിവയറ്റിൽ വേദന, മൂത്രതടസ്സം, തലകറക്കം, ഛർദി എന്നിവയാണ് വൃക്കയിലെ കല്ലിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞുകൂടുന്ന അവസ്ഥ ഏതാണ്? വൃക്കയിൽ കല്ലാണ്. ശരീരത്തിലുണ്ടാകുന്ന അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാക്കുന്ന വീക്കത്തെയാണ് നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. ശരീരത്തിനുണ്ടാകുന്ന അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾ വീങ്ങുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത്? നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. കലങ്ങിയതും കടുനിറത്തോടു കൂടിയമായ മൂത്രം, പുറംവേദനയും പനിയും മുഖത്തും കണങ്കാലിലും വീക്കം എന്നിവയാണ് നെഫ്രൈറ്റിസിൻ്റെ സിംറ്റമായിട്ട് ഇവിടെ പറയുന്നത്. അടുത്തത് നോക്കാം, യുറീമിയ. രണ്ട് വൃക്കകളും ഒരേപോലെ പ്രവർത്തനരഹിതമാകുന്നത് മൂലം യൂറിയയും മറ്റ് വിസർജ്യ വസ്തുക്കളും അരിച്ചു മാറ്റപ്പെടാതെ രക്തത്തിൽ തന്നെ നിലനിൽക്കുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത്? യുറീമിയ എന്ന് പറയുന്നത്. വിളർച്ച, ശരീരഭാരം കുറയുക, തലകറക്കം, ശ്വാസതടസ്സം, വയറിളക്കം തുടങ്ങിയവയാണ് ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. എന്താണ് ഇതിന് പരിഹാരം? ഹീമോഡയാലിസിസോ വൃക്ക മാറ്റിവെക്കലോ ആണ് യുറീമിയയ്ക്ക് പരിഹാരമായിട്ട് ഇവിടെ പറയുന്നത് കേട്ടോ. രണ്ട് വൃക്കകളും ഒരേപോലെ പ്രവർത്തനരഹിതമായിട്ട് യൂറിയയും മറ്റ് വിസർജ്യ വസ്തുക്കളും മരിച്ചു മാറ്റപ്പെടാതെ രക്തത്തിൽ തന്നെ നിലനിൽക്കുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് എന്ന് പറയുന്നത്? യുറീമിയ എന്ന് പറയുന്നത്. ഇനി കുറച്ച് കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ നോക്കാവേ. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യൻ പതാക വഹിക്കുന്ന വ്യാപാര കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സങ്കൽപ്പാണ് കേട്ടോ. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യൻ പതാക വഹിക്കുന്ന വ്യാപാര കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സങ്കൽപ്പ് എന്ന് പറയുന്നത്. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിനായുള്ള 129 ഭരണഘടനാ ഭേദഗതി ബില്ലും അനുബന്ധ ബില്ലും പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? PP ചൗധരിയാണ് കേട്ടോ. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിനായിട്ടുള്ള 129 ഭരണഘടനാ ഭേദഗതി ബില്ലും അനുബന്ധ ബില്ലും പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷനാണ് PP ചൗധരി എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തൊഴിലുറപ്പ് വേതനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഇതൊക്കെ ഷോർട്ട് കറണ്ട് അഫെയർ ആണ്. ഏതാണ്? ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനമുള്ളത്. എത്രയാണെന്ന് അറിഞ്ഞിരിക്കണേ? 409 രൂപയാണ് കേട്ടോ. 409 രൂപയാണ് ഹരിയാനയിലുള്ള തൊഴിലുറപ്പ് വേതനം എന്ന് പറയുന്നത്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗോവയാണ് കേട്ടോ. 406 രൂപയാണ് അവിടുത്തെ കൂലി എന്ന് പറയുന്നത്. മൂന്നാം സ്ഥാനത്ത് ആരായിരിക്കും? ഒബ്വിയസ്ലി ആരാണ്? കേരളമാണ്. 401 രൂപയാണ് നമ്മുടെ ഇവിടുത്തെ വേതനം എന്ന് പറയുന്നത് കേട്ടോ. ഇത് മൂന്നും അറിഞ്ഞിരിക്കണേ.
നമ്മുടെ തൊഴിലുറപ്പ് വേതനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. രണ്ടാമതായിട്ട് എത്രയാണ്? 409 രൂപയാണ്. രണ്ടാമതായിട്ട് ആരാണ്? ഗോവയാണ്. 406 രൂപയാണ് കൊടുക്കുന്നത്. കേരളത്തിലാണ് മൂന്നാം സ്ഥാനമായിട്ടുള്ളത്. 401 രൂപയാണ് എന്തുള്ളത്? കേരളം വേതനമായിട്ട് നൽകുന്നത് കേട്ടോ, തൊഴിലുറപ്പിന്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രത്യേക ക്ഷണപ്രകാരം ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന 2026 G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഏതാണ്? ഏവിയൻ ആണ് കേട്ടോ. ഫ്രാൻസിലെ ഏവിയൻ ആണ് എന്താകുന്നത്? നമ്മുടെ G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം എന്ന് പറയുന്നത്. എത്രാമത്തെയാണെന്ന് ചോദിച്ചാൽ 52ാമത്തെയാണ് കേട്ടോ. എത്രാമത്തെയാണ്? 52ാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? 2026 G7 ഉച്ചകോടി നടക്കാൻ പോകുന്നത് കേട്ടോ. 2026 G7 ഉച്ചകോടി ഏവിയാനിൽ വെച്ചിട്ട് നടക്കാൻ പോകണമെന്ന് പറഞ്ഞു. എത്രാമത്തെയാണെന്ന് ചോദിച്ചാൽ എത്രാമത്തെയാണ്? 52ാമത്തെ G7 ഉച്ചകോടിയാണ് അവിടെ വെച്ചിട്ട് നടക്കാൻ പോകുന്നത്. ഫ്രാൻസിലാണ് ഏവിയാൻ. വേൾഡ് ആർച്ചറി 2025 പാരാ ആർച്ചർ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? വേൾഡ് ആർച്ചറി 2025 പാരാ ആർച്ചർ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നമ്മൾ ഇതെല്ലാം ഉൾക്കൊണ്ട് നമ്മുടെ ആർട്ടമീസ് 2, അതുപോലെ തന്നെ ഇത് നമ്മുടെ കേരള ഒളിമ്പിക്സ്, അതുപോലെ തന്നെ ഈ വേൾഡ് ആർച്ചറി, ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് കറണ്ട് അഫെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കയറിയിട്ട് കാണണേ. താല്പര്യം ഉണ്ടെങ്കിൽ കയറിയിട്ട് കണ്ടാൽ മതിയേ. ഒരുപാട് കറണ്ട് അഫെയർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കറണ്ട് അഫെയറും ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേദികളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ആർട്ടമീസ് 2, ചന്ദ്രയാൻ 1, 2 അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരാം. പാരാ ആർച്ചർ ഓഫ് ദി ഇയർ ആയിട്ട് ആരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്? ശീതൾ ദേവീനെയാണ് കേട്ടോ. വേൾഡ് ആർച്ചറി 2025 പാരാ ആർച്ചർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ശീതൾ ദേവീനെയാണ്. മൗണ്ട് അബുവിൻ്റെ പുതിയ പേരെന്താണ്? മൗണ്ട് അബുവിൻ്റെ പുതിയ പേര് എന്താണ്? ഓപ്ഷൻ ബി ആബു രാജ് എന്നാണ് കേട്ടോ. ഇനി മുതൽ മൗണ്ട് അബു അറിയപ്പെടാൻ പോകുന്നത്. മൗണ്ട് അബു എങ്ങനെയാണ് അറിയപ്പെടാൻ പോകുന്നത്? ആബു രാജ് എന്നാണ്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് എൻ പ്രഭാകരൻ്റെ ഏത് കൃതിയാണ് അർഹത നേടിയത്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ആരാണ്? എൻ പ്രഭാകരനാണ്. അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്കാണ് അർഹത കിട്ടിയിട്ടുള്ളത്? ഓപ്ഷൻ സി മായ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് കേട്ടോ. ഈ കൊടുത്തിരിക്കുന്നത് എല്ലാം എന്ത് തന്നെയാണ്? എൻ പ്രഭാകരൻ്റെ കൃതികളാണ്. ഒരു മലയാളി ഭ്രാന്തൻ്റെ ഡയറി, ഒരു പിടി ഉപ്പ്, മഹാനടനം, ഇവയെല്ലാം ആരുടെയാണ്? എൻ പ്രഭാകരൻ്റെ തന്നെ കൃതികളാണ് കേട്ടോ. അതിൽ മായ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി ബഹിരാകാശ യാത്രികരുടെ സുരക്ഷയും ശാരീരിക മാനസിക ക്ഷമതയും വിലയിരുത്തുന്നതിനായി ISRO ലഡാക്കിലെ ലേയിൽ വെച്ച് നടത്തുന്ന ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് മിഷൻ ഏതാണ്? ഓപ്ഷൻ ബി മിഷൻ മിത്രയാണ് കേട്ടോ. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ബഹിരാകാശ യാത്രികരുടെ സംരക്ഷയും പിന്നെ അതുപോലെ തന്നെ ശാരീരിക മാനസിക ക്ഷമതയും വിലയിരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ISRO ലഡാക്കിൽ ലേയിൽ വെച്ചിട്ട് ഒരു അനലോഗ് മിഷൻ നടത്തുകയാണ്. അതിൻ്റെ പേരാണ് മിഷൻ മിത്ര എന്നുള്ളത് കേട്ടോ. മിഷൻ മിത്ര. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ് കേട്ടോ. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ല, അത്യാവശ്യം നല്ല നല്ല പോയിന്റുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. നന്നായിട്ട് പഠിക്കുക. ഇനി അധികം സമയമില്ല. അപ്പോൾ ശരി കേട്ടോ.